പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം കാരണമെന്ന് അച്ഛൻ. പെൺകുട്ടി പ്രതി രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണെന്നും ഇന്നലെയാണ് മകളെ കാണാനില്ലെന്ന് അറിഞ്ഞതെന്നും യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. അവളിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിന്റെ പിന്നിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഉള്ളവരുടെ സമ്മർദ്ദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അവൾ പറയില്ല. ഭീഷണിയും ഒരുപക്ഷെ അവൾക്കുണ്ടായിട്ടുണ്ടാവാം. ഞങ്ങള് 12-ാം തീയതി അടുക്കള കാണൽ ചടങ്ങിന് 26 പേരാണ് പോകുന്നത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അതായത് തലയിലെ മുഴ, പിന്നെ കഴുത്തിൽ മുറുക്കിയ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിന്റെ അടയാളങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കണ്ട് വാവിട്ട് കരഞ്ഞു, സ്ത്രീകൾ ഉൾപ്പെടെ. അങ്ങനെ അവളോട് ചോദിച്ചപ്പോഴാണ് അവൾ ഈ സംഭവങ്ങൾ മുഴുവനും പറയുന്നത്. അവൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ നേരിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിലുമാണ് ഞങ്ങൾ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. ഇത് ഡോക്ടർക്കും അറിയാം. ഡോക്ടറുടെ മൊഴിയെടുത്തിട്ടുള്ളതല്ലേ, 3 ഡോക്ടർമാരുടെ, ഫറൂഖ് താലൂക്ക് ആശുപത്രി, പിന്നെ അവിടെ തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവിടെ വടക്കൻ പറവൂര് ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി, ഇതെല്ലാം പോലീസ് എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഡോക്ടേഴ്സിന്റെ ആ റിപ്പോർട്ടിൽ അതുണ്ട്. അതാണ്. അപ്പൊ പിന്നെ ഇത്തരം സംഭവിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ മൊഴിമാറ്റി പറയണമെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് സമ്മർദ്ദത്തിന് വഴങ്ങി, അവൻ രക്ഷപ്പെടാൻ വേണ്ടി സമ്മർദ്ദത്തിന് വഴങ്ങി അങ്ങനെ ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അവൾ പറഞ്ഞതിന്റെ, ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത്. അവൾ പോലീസ് സ്റ്റേഷനിൽ അവളും പറഞ്ഞിട്ടുണ്ടല്ലോ പരാതി. അപ്പൊ ഇപ്പോൾ ഈ മിസ്സായതിനു ശേഷമാണല്ലോ അവൾ ഇപ്പോൾ ഇങ്ങനെ മറിച്ചു വരികണത്. അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് അവര് ശരിക്കും ഇവിടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കി പറയിപ്പിച്ചത് തന്നെയാണ്. എന്നാൽ യുവതിയുടെ അച്ഛന്റെ ആരോപണം രാഹുലിന്റെ കുടുംബം തള്ളി. യുവതിയെ തടവിൽ വെച്ചിട്ടില്ലെന്നും എവിടെയെന്ന് അറിയില്ലെന്നുമായിരുന്നു രാഹുലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം. അതിനിടെ പരാതിയില്ലെന്ന് യുവതി സത്യവാങ്മൂലം നൽകി. എന്നാൽ യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം.